നമസ്കാരം, ഞാൻ മനോജ് നെടിയക്കൽ. വെളിച്ചെണ്ണ വിപണിയിൽ കണ്ണ് നട്ട് കർഷകർ, ഏലം കുതിക്കുന്നു. റബ്ബർ കർഷകർ റെയിൻ ഗാർഡ് ഇടുന്ന തിരക്കിൽ. പുതിയ മാസം പിറന്നതോടെ പ്രാദേശിക വിപണികളിലും സൂപ്പർ മാർക്കറ്റുകളിലും വെളിച്ചെണ്ണ വിൽപ്പന പതിവിലും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കൊപ്രയാട്ട് വ്യവസായ രംഗം. തമിഴ്നാട്ടിലെ മില്ലുകാർ വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 175 രൂപ ഉയർത്തിയെങ്കിലും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അന്വേഷണങ്ങൾ കുറവായിരുന്നു. കൊച്ചിയിൽ എണ്ണ കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. വർഷാരംഭത്തിൽ കിലോ 60 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്ന പച്ചത്തേങ്ങ വില ഇതിനകം 40 രൂപയിലേക്ക് താഴ്ന്നത് നാളികേര കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമത്തിൽ നടന്ന ഈ മാസത്തെ ആദ്യ ഏലക്ക ലേലത്തിൽ 1,00,000 കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ 46,203 കിലോയും വിറ്റഴിഞ്ഞു. ഹൈറേഞ്ചിൽ പകൽ താപനില ഉയർന്ന തലത്തിൽ നീങ്ങുന്നത് കൃഷിയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കർഷകർ. അതുകൊണ്ട് തന്നെ ലഭ്യമായ ചരക്കിൽ ഏറിയ പങ്കും ശേഖരിക്കാൻ ആഭ്യന്തര വ്യാപാരികൾക്കൊപ്പം കയറ്റുമതി സമൂഹവും ഉത്സാഹിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 3,200 രൂപയിലും ശരാശരി ഇനം ഏലക്ക 2,584 രൂപയിലും ലേലം നടന്നു. കാർഷിക മേഖല കാലവർഷത്തിൻ്റെ വരവ് മുന്നിൽ കണ്ട് തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കുന്ന തിരക്കിലാണ്. വാരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മൺസൂൺ മേഘങ്ങൾ കേരള തീരത്ത് ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. അതേസമയം ഇക്കുറി മഴ ശരാശരിയിലും കുറയുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ. 4ാം ഗ്രേഡ് ഷീറ്റ് ക്വിൻ്റലിന് 26,200 രൂപയിൽ സ്റ്റഡിയാണ്. ജപ്പാൻ ഒസാക്ക വിപണിയിൽ കഴിഞ്ഞ വാരം 4% മികവ് കാഴ്ചവെച്ച റബ്ബർ ഇന്ന് നേരിയ റേഞ്ചിൽ നീങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.